നമസ്കാരം. കേരള പഞ്ചായത്ത് വാർത്താ ചാനലിന്റെ പുതുപുലരി പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 6. മലയാളത്തിന്റെ മണിനാഥം നമ്മെ വിട്ടുപിരിഞ്ഞ ദിനം. മിന്നാമിന്നികളുടെ നാട്ടിലേക്കുള്ള ഒരു അനന്തയാത്രയായി മലയാളികളുടെ പ്രിയപ്പെട്ട കലാകാരൻ കലാഭവൻ മണി നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് 10 വർഷം തികയുകയാണ്. എന്നാൽ സമയം കടന്നു പോയാലും അദ്ദേഹത്തിന്റെ ശബ്ദവും നാടൻ പാട്ടുകളുടെ ആത്മാവും അഭിനയത്തിന്റെ ശക്തിയും ഇന്നും മലയാളികളുടെ ഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്നു. സാധാരണക്കാരുടെ ജീവിതത്തിൽ നിന്ന് ഉയർന്നു വന്ന കലാകാരൻ, ഗ്രാമീണ സംസ്കാരത്തിന്റെ മണം നിറഞ്ഞ പാട്ടുകളെ നെഞ്ചോട് ചേർത്ത് വെച്ച ജനങ്ങളുടെ കലാകാരൻ, അതായിരുന്നു കലാഭവൻ മണി. അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ പാട്ടുകളും കഥാപാത്രങ്ങളും ഇന്നും നമ്മുടെ മനസ്സുകളിൽ മിന്നാമിന്നികളായി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ അതുല്യ പ്രതിഭയെ മറക്കാതെ അദ്ദേഹത്തിന്റെ ജീവിതപാതകളും കലാസ്മരണകളും പുതുക്കിക്കൊണ്ട് ഇന്നത്തെ പുതുപുലരിയിൽ കലാഭവൻ മണിയെ അനുസ്മരിക്കുകയാണ്. ഓടുന്ന വണ്ടിയില് ചാടിക്കയറുമ്പോ വീഴാതെ സൂക്ഷിക്കണേ എന്റെ പുന്നാരെ, വീഴാതെ സൂക്ഷിക്കണേ. പ്രിയ താരം കലാഭവൻ മണിയുടെ സ്മരണകൾ പുതുക്കി തിരുവനന്തപുരം നഗരത്തിൽ അനുസ്മരണ സംഗമം. ഓൾ കേരള കലാഭവൻ മണി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ സംവിധായകൻ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ അനുസ്മരണ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രത്യേക അതിഥിയായി ശ്രീ SP രഞ്ജിത്ത് പങ്കെടുത്തു. ഈ അനുസ്മരണ പരിപാടിയുടെ വിശേഷങ്ങൾ കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ പുതുപുലരിയിൽ കാണാം. ഇത് ഉദ്ഘാടനം ചെയ്ത് 2 വാക്കുകൾ സംസാരിക്കാൻ ബഹുമാനനായ പ്രമോദ് പയ്യന്നൂർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. 10 വർഷം കലാഭവൻ മണി എന്ന അഭിനയ പ്രതിഭ, നാടൻ പാട്ട് രംഗത്തെ നക്ഷത്ര തിളക്കം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ജനകീയനായ മനുഷ്യസ്നേഹിയായ ഒരു കലാകാരൻ്റെ വേർപാടിൻ്റെ 10 വർഷമാണ് നമ്മൾ ഇവിടെ ഇന്ന് ഒത്തുകൂടി ആ ഓർമ്മ കൂട്ടായ്മയാണ് ആചരിക്കുന്നത്. ഇതുവഴിയൊക്കെ പോകുമ്പോൾ മണിച്ചേട്ടൻ്റെ ഈ ഒരു ഫോട്ടോ, ഈ ഒരു റോഡ് എന്നൊക്കെ കാണുമ്പോൾ എപ്പോഴും വലിയ സന്തോഷം തോന്നാറുണ്ട്. കാരണം ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് തൻ്റെ സഹജീവികൾക്ക്, തൻ്റെ പ്രതിഭ സഹജീവികൾക്ക്, സമൂഹത്തിന് വെളിച്ചമായി ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ജീവിച്ചു തീർത്ത വ്യക്തിത്വമാണ് മണിച്ചേട്ടൻ. 2016 ഇതുപോലൊരു മാർച്ച് 6 അദ്ദേഹം നമ്മളോട് വേർപിരിയുന്നത്. മാർച്ച് 5 വൈകുന്നേരം ബ്ലഡ് വൊമിറ്റ് ചെയ്തതിനെ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോയപ്പോൾ മണിച്ചേട്ടന് എനിക്ക് കുഴപ്പമില്ല എന്ന് സൗഹൃദങ്ങളോട് പറയായിരുന്നു. അത്രത്തോളം മനോവീര്യം ഉണ്ടായിരുന്ന ഒരാളാണ്. നമുക്കറിയാം, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു രക്ഷിതാവിൻ്റെ മകനായിട്ട് പിറന്നു. അതുപോലെ തന്നെ നാടൻ പാട്ട് രംഗത്ത് തൻ്റെ ചുറ്റുപാടുകളിലുള്ള ഗ്രാമീണ ഗാനങ്ങൾ ചെറുപ്പം മുതൽ ആലപിക്കുന്നത് തൊട്ട് പിന്നീട് അങ്ങോട്ട് അദ്ദേഹം വലിയ ചലച്ചിത്ര താരമായപ്പോഴും തൻ്റെ സംസ്കൃതിയെ, തൻ്റെ പാട്ടിനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഒരുപാട് പാട്ട്, ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ എന്നുള്ള പാട്ട്, അതുപോലെ തന്നെ കണ്ണിമാങ്ങ പ്രായത്തിൽ എന്ന് പറയുന്ന ഗാനം, ഇവിടെ നല്ല ഗായകരൊക്കെ ഉള്ളത് കൊണ്ട് അത് പാടുന്നത് ശരിയല്ല. മണിച്ചേട്ടൻ എത്ര പാട്ടുകളാണ് പാടിയത്. പിന്നെ ഒരു തലമുറ കാലങ്ങളായിട്ട് പാടി വരുന്ന ഗാനങ്ങൾ, ഈ തൃശ്ശൂര് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്തൊക്കെയുള്ള പാട്ടുകൾ അദ്ദേഹം മനസ്സിലേക്ക് എടുത്ത് അച്ഛനിൽ നിന്നും ഒക്കെ പഠിച്ച രീതിയിൽ അതൊക്കെ മനസ്സിലേക്ക് ഏറ്റെടുത്തിട്ട് ആ പാട്ടുകളൊക്കെ പച്ചേരി ചോറുണ്ട്, പച്ചമീൻ ചാറുണ്ട്, ഉച്ചക്കൊരു ഊണിനായി പോന്നോളൂ കൂട്ടോ എന്നൊക്കെ പറയുന്ന മണിച്ചേട്ടൻ പാടുന്ന സമയത്തുള്ള ഒരു വല്ലാത്ത സ്നേഹമുണ്ട്. അതിൽ നമുക്ക് അങ്ങോട്ട് ഊണ് കഴിക്കാൻ പോകാൻ തോന്നും. അത്ര മനോഹരമായിട്ട് മണിച്ചേട്ടൻ പാട്ടുപാടി. മണിച്ചേട്ടൻ അഭിനയിച്ച
കഥാപാത്രങ്ങളൊക്കെ എത്ര മനോഹരമാണ്. അക്ഷരം എന്ന് പറയുന്ന സിനിമയില് സിബി മലയിൽ സാറ് സംവിധാനം ചെയ്ത അക്ഷരം എന്ന് പറയുന്ന സിനിമ, ആ സിനിമയിൽ ഓട്ടോ ഡ്രൈവറായിട്ടാണ് മണിച്ചേട്ടൻ അന്ന് ഓട്ടോ ഡ്രൈവറായിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം കലാഭവനിലെ മിമിക്രി കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ജയറാം, അതുപോലെ തന്നെ ദിലീപ്, നാദിർ ഷാ, ഒരുപാട് പേര് ഇവരുടെ ഒക്കെ കൂടെ സമശീർഷനായിട്ട് നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു കലാഭവൻ മണിച്ചേട്ടൻ. അപ്പൊ അദ്ദേഹം ഓട്ടോ ഡ്രൈവറായിട്ട് അഭിനയിച്ചു. പിന്നീട് സല്ലാബ് എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച് സംവിധാന ഓപ്ഷൻ എടുത്ത് പഠിക്കുമ്പോൾ ഈ ചിത്രാഞ്ജലിയിൽ നമുക്ക് ഫിലിം ട്രെയിനിങ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നപ്പോഴാണ് സല്ലാബ് എന്ന് പറയുന്ന സിനിമ കൈരളി തിയേറ്ററിൽ കാണുന്നത്. അന്ന് മണിച്ചേട്ടനെ കാണുമ്പോൾ തോന്നി എത്ര മനോഹരമായിട്ടാണ് ഒരു മനുഷ്യൻ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയുടെ ജീവിതത്തെ, കഥാപാത്രത്തെ അതിമനോഹരമായിട്ട് ഫ്രെയിമിലേക്ക് കൊത്തിവെച്ച പോലെ ചെയ്യുന്നു. എന്തൊരു മനോഹരമായിട്ട് ഇത് അഭിനയിക്കുന്നു എന്ന് തോന്നി. ഈ വള്ളംകളിയിലും മണിച്ചേട്ടന് തന്റെ വളരെ അനുകരണ സാധാരണമായിട്ടുള്ള കഴിവ് പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു നെല്ലടി ഇതിലാണ് സെക്കൻഡ് പോയത്. അതെ വള്ളംകളിയിൽ അത് എന്ത് വീര്യത്തോടു കൂടിയിട്ടാണ് മണിച്ചേട്ടൻ അതിനെ നയിച്ചത്. ആ വള്ളംകളിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആ സംഘത്തിനെ മുഴുവൻ നയിച്ച ഒരാൾ എന്നുള്ളതിൽ ആ നയിക്കാനുള്ള പാഠവും മണിച്ചേട്ടന് സാധാരണ ജനങ്ങളുടെ, പാവപ്പെട്ടവരുടെ കൂടെ എന്നും നിലനിൽക്കാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി സംസാരിക്കാനുമുള്ള കരുത്തും ഉസിരും മണിച്ചേട്ടനുണ്ടായിരുന്നു. അതുകൊണ്ട് മണിച്ചേട്ടനെ പോലുള്ള കലാകാരന്മാർ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ജീവിതകാലത്തിൽ നിന്ന് അകലുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ വലിയ വിടവാണ് ഉണ്ടാകുന്നത്. മണിച്ചേട്ടന്റെ ഓർമ്മ സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, കലാകാരന്മാർക്ക് വേണ്ടി, ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ചുമട്ടു തൊഴിലാളികൾക്കും സാധാരണക്കാരായ കലാകാരന്മാർക്കും വേണ്ടി മണിച്ചേട്ടൻ മരണത്തിനപ്പുറത്ത് നിന്നും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു, ശബ്ദിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ ഓർമ്മകളുടെ വീര്യം മുറുകെ പിടിച്ച് മണിച്ചേട്ടന്റെ ഓർമ്മകൾ നിലനിൽക്കുന്നു എന്ന് പറയുന്നതിനർത്ഥം സാധാരണ കലാകാരന്റെ, സമൂഹത്തിന്റെ എവിടെയൊക്കെയോ പുറംപോക്കുകളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പ്രതിഭകൾക്കൊപ്പം മണിച്ചേട്ടനുണ്ട്, മണിച്ചേട്ടന്റെ വീര്യമുണ്ട് എന്ന് തെളിയിക്കൽ കൂടിയാണ്. അതുകൊണ്ട് ഈ 10ാം വർഷത്തിൽ നമ്മളിവിടെ ഒത്തുചേരുമ്പോൾ മണിച്ചേട്ടന്റെ ദീപ്തമായ ഓർമ്മകൾ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്നവരെ നയിക്കുന്നുണ്ട്. ആ ഓർമ്മകളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. മണിച്ചേട്ടൻ എന്ന് പറയുന്ന മലയാളികളുടെ എക്കാലത്തെയും മറക്കാത്ത അഭിനയ പ്രതിഭയുടെ, പാട്ടുകാരന്റെ, സാമൂഹ്യ സ്നേഹിയുടെ, മനുഷ്യ സ്നേഹിയുടെ, സഹജീവികൾക്ക് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച കലാകാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ സ്നേഹാദരം പ്രണമിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഇത് സംഘടിപ്പിക്കുന്ന വ്യക്തിത്വങ്ങൾ അവരെല്ലാ വർഷവും മുടങ്ങാതെ ഇത് സംഘടിപ്പിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അത് മാത്രമല്ല, വെറുതെ ഒരു സംഘാടനമല്ല, അതിനൊപ്പം തന്നെ അന്നദാനം നടത്തുന്നു, ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നു, കാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തുന്നു. നമ്മുടെ കൂടെയൊക്കെ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. ഇവരെല്ലാം ചേർന്ന് മണിച്ചേട്ടന്റെ ഓർമ്മയ്ക്ക് ഇത്തരം കാര്യങ്ങൾ മനോഹരമായി ചെയ്യുന്നു. സമൂഹത്തിൽ പ്രതിഭ തെളിയിച്ച, ഗിന്നസ് റെക്കോർഡൊക്കെ നേടിയ പ്രതിഭകളെ ആദരിക്കുന്നു. അത്തരം പ്രതിഭകൾക്കൊപ്പം നമ്മളുണ്ട് എന്ന് പറയുകയും മണിച്ചേട്ടന്റെ ഓർമ്മകളുണ്ട്, നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് പറയാവുന്ന കരുത്ത് ഈ സംഘാടകർക്കുണ്ട്. അതുകൊണ്ട് ഈ സംഘാടകരെ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുവാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുന്നു. മണിച്ചേട്ടന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി 1000 ചെമ്പനീർ പൂക്കൾ അർപ്പിക്കുന്നു. സ്നേഹം, പ്രണാമം. എൻ്റെ പേര് SP രഞ്ജിത്ത്, കാരക്കോണമാണ്. ഈ കലാഭവൻ മണിച്ചേട്ടനെ പറ്റി വളരെ വ്യക്തമായ രീതിയിൽ എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുള്ളി കലാകാരനുപരി ഒരു സാഹസികകാരനും കൂടിയായിരുന്നു. അതായത് ചേട്ടൻ പറഞ്ഞ വള്ളംകളി ക്യാപ്റ്റനായിട്ട്, അതായത് ഇഞ്ചോടിഞ്ച് പോലെ അല്ലേ, ഏതൊരു നല്ലൊരു വ്യത്യാസം ജഗതി വെച്ചായിരുന്നു അതിന്റെ ഉദ്ഘാടനം. അപ്പൊ അങ്ങനെ ഒരു സാഹസികകാരന് കൂടിയായിരുന്നു കലാഭവൻ മണിച്ചേട്ടൻ. അദ്ദേഹത്തിന്റെ പേരിൽ ഈ പനവിള എന്ന സ്ഥലത്ത് ഈ സ്മാരകത്തിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു അവാർഡ് എനിക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഏർപ്പെടുത്തിയ കണ്ണനും മറ്റ് സംഘാടകർക്കും എല്ലാവർക്കും, പിന്നെ വലിയ കലാകാരനായ ശിവമുരളിയെ മുമ്പ് വെച്ച് ഞാനൊരു അവാർഡ് വാങ്ങിച്ചു, എനിക്ക് അഭിമാനമുണ്ട്. നമസ്കാരം. 10 വർഷമായി മണിച്ചേട്ടൻ നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു പോയിട്ട് മണിച്ചേട്ടന്റെ ഓർമ്മകളും പാട്ടുകളും ഇന്നും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. എന്നെപ്പോലുള്ള ചെറിയ കലാകാരന്മാരെയൊക്കെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി ഒന്ന് തള്ളിവിടാനും സപ്പോർട്ട് ചെയ്യാനും ചില ബുദ്ധിമുട്ടുന്ന അവസരങ്ങളിൽ പല ഓർമ്മകളിലൂടെ തിരിച്ച് വീണ്ടും നമുക്കൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ മുമ്പോട്ട് വരാനുള്ള ഒരു ഊർജ്ജം പകർന്നത് മണിച്ചേട്ടനാണ്. മണിച്ചേട്ടന്റെ ഓർമ്മപ്പൂക്കൾക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. താങ്ക് യു. മണിച്ചേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട്
10 വർഷം തികയുന്നു. നമുക്ക് ഒരു മഹാനടനെയാണ് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഞാൻ നമസ്കരിക്കുന്നു. 10 വർഷം കലാഭവൻ ചേട്ടന്റെ ഏർപ്പാട്, 10 വർഷമായിട്ട് കലാഭവൻ ചേട്ടന്റെ പേരിൽ ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. പാവങ്ങളുടെ പടത്തലവനായ കലാഭവൻ ചേട്ടൻ എന്തായാലും പ്രഭുവേട്ടൻ പറയും പോലെ എന്നും അദ്ദേഹം നമ്മളിലൂടെ ജീവിക്കും, ഒരിക്കലും മരണമില്ല. നമ്മളൊക്കെ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാശ് അത് കൊടുത്തുവിടുന്ന മണിച്ചേട്ടന്റെ ഓർമ്മകൾ മുകളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. ഈ 10ാം ജന്മദിനത്തിൽ നന്ദി പറയാൻ വേണ്ടി നമ്മുടെ രക്ഷാധികാരി ബഹുമാനപ്പെട്ട ശ്രീ ഹുസൈൻ ചേട്ടനെ ക്ഷണിച്ചോളുന്നു. ഇവിടെ എത്തിച്ചേർന്ന കലാകാരന്മാർ ബാക്കി എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ആൾ കേരള കലാഭവൻ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇത് മണിച്ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോഴേ നമ്മൾ ഈ ഫാൻസ് വെൽഫെയർ തുടങ്ങിയതാണ്. അദ്ദേഹം ഇവിടെ വന്ന് പാടുകയും ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഈ സ്തൂപം വെച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞു വെളിച്ചത്തെ ഇവിടെ വന്ന് പാടുകയും ചെയ്തു. ഇവിടെ ഈ ഓർഫനേജിൽ മധുരപലഹാരങ്ങൾ നൽകിയിട്ടാണ് പോയത്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ സ്തൂപം ഇവിടെ വെച്ചത്. കലാഭവൻ മണി റോഡെന്ന് അന്നത്തെ ഡെപ്യൂട്ടി മേയറായിരുന്ന രാഗി രവികുമാർ പരിശ്രമിക്കുകയും നമ്മുടെ അന്ന് കോർപ്പറേഷൻ ജോലി ഉണ്ടായിരുന്ന അനിച്ചേട്ടൻ, നമ്മുടെ രക്ഷാധികാരി സോമൻ ചേട്ടൻ, മുരുകൻ, ഹുസൈൻ എന്നിവരുടെ പിന്നെ നമ്മുടെ സെക്രട്ടറി എല്ലാമായ സെക്രട്ടറി പനോള വിജയൻ, സുനി ഇവരുടെ നേതൃത്വത്തിൽ ഈ റോഡിന് വേണ്ടി അപേക്ഷ കൊടുക്കുകയും കൗൺസിൽ വെച്ച് പാസ്സാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കലാമണി റോഡെന്ന് ഈ റോഡിന് പേര് നൽകുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഗവൺമെൻറ് സ്മാർട്ട് റോഡായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ അതിൻ്റെ ഉദ്ഘാടനവും കഴിയും 4 മന്ത്രിമാർ ഇവിടെ വരികയും ഇതിൽ ആരാർപ്പണമൊക്കെ നടത്തുകയും ചെയ്തു വരുന്നത്. ഇത് നമ്മൾ 10 വർഷമായി മണിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് ജന്മദിനവും നമ്മളെ ഓർമ്മ ദിനവും നമ്മളിവിടെ ചെയ്യുകയാണ്. അതിൽ പാവങ്ങൾക്ക് അന്നദാനവും കഴിഞ്ഞ വർഷം കിറ്റൊക്കെ നൽകുകയുണ്ടായി. എല്ലാ തവണ പിന്നെ ക്യാൻസർ രോഗി ഇതിനൊന്നും നമ്മുടെ മണിച്ചേട്ടൻ ജീവിച്ചിരിക്കാനുള്ള നമ്മൾ 4-5 ക്യാൻസർ രോഗിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുകയും അതിന് നേരത്തെ നൽകിയത് സജീവും കുമാർ, പിന്നെ ഇവിടുത്തെ CIT-യിലെ രമേശ് അവരെ കറക്റ്റാണ്. പിന്നെ മോളി ബിജു എന്ന് പറയുന്ന അവർ കറക്റ്റ് അത് അവിടെ ആ വീടുകളിൽ എത്തിക്കുകയും അവരുടെ ചികിത്സാ സഹായങ്ങൾ ചെയ്യുകയും ഉണ്ടായി. അങ്ങനെ ഇത് വളരെ കാലം കൊണ്ട് 10 വർഷം കൊണ്ട് ഇങ്ങനെ ഒരു എല്ലാം നമ്മൾ മുടങ്ങാതെ നടത്തിക്കൊണ്ട് പോവുകയാണ്. പിന്നെ ഇവിടെ എത്തിയിട്ട് എല്ലാ തവണയും നമ്മളെ വിനയൻ ചേട്ടൻ, പട്ടൻ സനത്ത് ചേട്ടൻ, പിന്നെ ശിവമുരളി ഇവിടെ വന്ന് 4 ബഹുമാനപ്പെട്ട ശിവമുരളി, പിന്നെ അരിശോ സുരേഷ് ചേട്ടായി ഇവിടെ വന്ന് ശിവമുരളി വന്ന് 4-5 പാട്ട് പാടുകയൊക്കെ ചെയ്ത് ഒരു ഓർമ്മ ദിനത്തിൽ അല്ലേ മണിച്ചേട്ടൻ്റെ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ആ പാട്ടൊക്കെ ഇവിടെ പാടുകയൊക്കെ ചെയ്ത് പിന്നെ ഇവിടെ എപ്പോഴും ഇവിടെ എത്താറുണ്ട്. നമ്മുടെ വനിതാ കമ്മിറ്റി ഉണ്ട് തിരുവല്ലത്ത്. ആ വനിതാ കമ്മിറ്റിയിൽ ലതയുണ്ട്, മീനാക്ഷി അമ്മണി, വൈഫിൻ്റെ പേര് നിന്റെ വൈഫിൻ്റെ പേര് അപർണ, ഇവിടെ നേരത്തെ വനിതാ കമ്മിറ്റി ഇവിടെ പോകുന്നത്. പിന്നെ നമ്മുടെ ഫാൻസ് തുടങ്ങിയത് തൊട്ട് ഈ യൂണിറ്റുകൾ കുറച്ചുണ്ട്. ജഗതി, കോവളം, അതിൽ കോവളം കണ്ണൻ ഇവിടെ എല്ലാ പരിപാടിക്കും എത്തും. അദ്ദേഹം ഇവിടെ എത്തും. അദ്ദേഹം നമ്മൾ ആത്മാർത്ഥമായി നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ഓർമ്മ ദിനമായ 10ാം നമ്മൾ മണിച്ചേട്ടൻ വിട പറഞ്ഞ ഇന്ന് 10 വർഷം ആവുകയാണ്. ആ ദിനത്തിൽ നമ്മൾക്ക് അഭിമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗിന്നസ് റെക്കോർഡ്, വേൾഡ് റെക്കോർഡ്, ഇന്ത്യൻ റെക്കോർഡ് എന്ന് കലാം റെക്കോർഡ് എന്ന് 52 കാറുകൾ കൈക്കൂടി കയറ്റിക്കൊണ്ട്, അതായത് 4 മിനിറ്റ് 32 സെക്കൻഡ് അല്ലേ, ഇതുകൊണ്ട് നേടിയ റെക്കോർഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. പുള്ളിയുടെ പേര് SP രഞ്ജിത്താണ്. അദ്ദേഹം ഇവിടെ വന്നതിൽ നമുക്ക് വളരെ ദുഃഖമുള്ള ദിനമായെങ്കിൽ നമുക്ക് അദ്ദേഹം വന്നതിൽ ഈ ദിനത്തിൽ മണിച്ചേട്ടൻ്റെ പേരിൽ ആദരിക്കുകയാണ്, അദ്ദേഹത്തിനെ ആദരിക്കുകയാണ്.
അദ്ദേഹത്തിന് ഇവിടെ ഒരു സ്നേഹാദരവ് നമ്മൾ നൽകുകയാണ്. മണിച്ചേട്ടന്റെ ഇന്ന് 10 വർഷം തികയുകയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഞാൻ പാടുന്നു. മിന്നാമിനുങ്ങി മിന്നും മിനുങ്ങി എങ്ങോട്ടാണെങ്ങോട്ടാണ് തിടുക്കം പേടിയാവില്ലേ പേടിയാവില്ലേ കൊയ്ത്തെന്നു ഞാൻ വന്നോട്ടെ മിന്നാമിനുങ്ങി മിന്നും മിനുങ്ങി